കുന്നംകുളം പ്രസ് ക്ലബിന്റെ പ്രാദേശിക മാധ്യമ പുരസ്കാര സമർപ്പണം കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിന്റെ ലഹരിയിലേക്ക് യുവതലമുറയെ ആകർഷിക്കണമെന്ന് ചടങ്ങിൽ സംസാരിച്ച മന്ത്രി പറഞ്ഞു. ഫെസ്റ്റിവൽസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് പിന്നെ ഈ പറയപ്പെടുന്ന ലഹരി പദാർത്ഥങ്ങൾ ശരീരത്തിനകത്തേക്ക് കടത്തി വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉന്മേഷമോ അല്ലെങ്കിൽ കിട്ടുന്നെന്ന് പറയപ്പെടുന്ന കിക്കോ അല്ല. അതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ ആളുകൾ ആഘോഷിക്കുന്നതും ലോകം മുഴുവൻ താല്പര്യത്തോടും ആരാധനയോടും കൂടി കണ്ടു നിൽക്കുന്നതുമായ മേഖലകൾ ഒരുപാടുണ്ട് എന്ന് പുതിയ തലമുറയ്ക്ക് തോന്നണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെറിയ വിമർശനങ്ങളൊക്കെ വന്നു സ്കൂളുകൾക്ക് മുടക്ക് കൊടുത്തപ്പോൾ. അങ്ങനെ ഒരു മുടക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ? കായിക മേഖലയൊക്കെ കേരളം ഒരുപാട് പുറകിലേക്ക് പോകുന്ന സമയത്ത് എന്തിനാണ് സ്കൂളിൽ മുടക്ക് കൊടുക്കുന്നത്? പുറകിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മികച്ച കളിക്കാർ ഏറ്റുമുട്ടുന്ന വേൾഡ് കപ്പ് ഫൈനലിൽ കാണാനുള്ള അവസരം കൊടുക്കും. നമുക്ക് ഈ ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിന് പകരം അവരെയൊക്കെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന മറ്റ് വിവിധ ക്യാമ്പയിനുകളിലേക്ക് കടക്കുകയായിരിക്കും ഒരു പക്ഷേ എഫക്റ്റീവായി മാറാൻ വേണ്ടി സാധിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് കളിക്കാൻ മുൻകാലത്ത് ഉണ്ടായിരുന്ന ഗ്രൗണ്ടുകൾ ഇപ്പോൾ ഇല്ലെന്നും കുട്ടികൾ മൊബൈൽ ഫോണുമായി റൂമിൽ ഒതുങ്ങിപ്പോകുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാടിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ കുട്ടികൾ വ്യാപൃതരാകുമ്പോൾ അവർ തന്നെ ലഹരിയിൽ നിന്ന് പിന്മാറുകയും മികച്ച കാഴ്ചകളും മികവുറ്റ ആളുകളെ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ചടങ്ങിൽ അച്ചടി മാധ്യമ വിഭാഗത്തിൽ പുരസ്കാരം നേടിയ മാതൃഭൂമി തൃശൂർ ലേഖിക അഷേക സുധരാജും ദൃശ്യമാധ്യമ വിഭാഗത്തിൽ പുരസ്കാരം നേടിയ കണ്ണൂർ ഇരിട്ടി ഹൈവിഷൻ ചാനൽ റിപ്പോർട്ടർ ഉന്മേഷ് പായും മന്ത്രിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. തൃശൂർ ജില്ലയിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് സവിസ്തരം വിവരിക്കുന്ന വിണ്ടുനീർന്ന ജീവിതങ്ങൾ എന്ന തുടർ വാർത്താ പരമ്പരയാണ് അഷേകയെ അവാർഡിന് അർഹയാക്കിയത്. അന്ധദമ്പതികളുടെ അതിജീവനത്തിന്റെ കഥ പറയുന്ന കാഴ്ചയിലെങ്കിലും കരുത്തുള്ള ജീവിതം എന്ന ന്യൂസ് സ്റ്റോറിക്കാണ് ഉന്മേഷിന് അംഗീകാരം. ഇരുവർക്കും 10,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം മന്ത്രി സമ്മാനിച്ചു. പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാക്കളും കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യങ്ങളുമായ റഫീഖ് അഹമ്മദ്, BK ഹരിനാരായണൻ, മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സുബീഷ് തെക്കൂട്ട് എന്നിവരാണ് അവാർഡ് ജേതാക്കളെ നിശ്ചയിച്ചത്. ദേശീയ സ്കൂൾ കായികമേളയിൽ 17 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ കളരിപ്പയറ്റിൽ കേരളത്തിന് വേണ്ടി സ്വർണം നേടിയ പ്രസ് ക്ലബ് കുടുംബാംഗം കൂടിയായ വേദ്നാഥ് കൂനത്തിനും ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ച എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ KA ലത്തീഫ് എന്നിവർക്കുള്ള പ്രത്യേക ഉപഹാരം ചടങ്ങിൽ മന്ത്രി സമ്മാനിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ജിജോ തരകൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ CK സജികുമാർ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ നിലൻ പ്രസ് ക്ലബ് അംഗങ്ങൾക്കുള്ള ID കാർഡിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ K ലത്തീഫ് വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കുന്നംകുളം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ T സോമശേഖരൻ, വിഷ സെബാസ്റ്റ്യൻ, കൗൺസിലർമാരായ ഷാജി ആലിക്കൽ, ശ്രീജിത്ത് തെക്കേപ്പുറം, എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി, CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രസ് ക്ലബ് സെക്രട്ടറി അജ്മൽ ചമ്മന്നൂർ സ്വാഗതവും ട്രഷറർ PS ടോണി നന്ദിയും പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് ഇലവന്ത്ര, ജോയിന്റ് സെക്രട്ടറി അഖിൽ രാമപുരം, നിർവാഹക സമിതി അംഗങ്ങളായ ജോസ് മാളിയേക്കൽ, സുധീഷ് മേക്കാട്ടിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.